എന്നോട് എപ്പോഴും വിളിക്കുന്നവരോ അതല്ലെങ്കിൽ എന്നെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴും അവർക്ക് പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാം അറിയാം, അതിൻ്റെ ടെൻസിൻ്റെ സ്ട്രക്ചറും അതെങ്ങനെയാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ഒക്കെ എനിക്കറിയാം. പിന്നെ എനിക്ക് വായിക്കാൻ അറിയാം, അത്യാവശ്യം വായിച്ചാലും മനസ്സിലാകും, വലിയ തെറ്റില്ലാതെ തന്നെ എഴുതാനും പറ്റും. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം സംസാരിക്കലാണ്. ഇംഗ്ലീഷ് എത്ര സംസാരിക്കാൻ ശ്രമിച്ചാലും എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ കുറച്ച് എന്താ പറയുക, ട്രിക്സ് ആൻഡ് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ അത് ഉപയോഗിക്കുക. നിങ്ങൾക്കത് നിങ്ങളുടെ രീതിയിൽ മനസ്സിലാക്കി നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിലോട്ട് പ്രാവർത്തികമാക്കാൻ വേണ്ടി നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ശരിയാകുമായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ പല ക്ലാസ്സുകളൊക്കെ എടുക്കണ എക്സ്പീരിയൻസ് വെച്ചും അതല്ലെങ്കിൽ കുറേ പേരോട് സംസാരിക്കുന്നതൊക്കെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. എല്ലാവരും തന്നെ പറയും എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ അറിയാം. എല്ലാവരും പറയലില്ലേ, ഗ്രാമർ പഠിച്ചാൽ മതി സംസാരിക്കാൻ പറ്റും എന്നുള്ളത്. എന്നിട്ട് എനിക്ക് പറ്റുന്നില്ല. അതിനൊരു കാരണമുണ്ട് കേട്ടോ. നമ്മൾ ഗ്രാമർ പഠിച്ചാൽ സെൻറ്റൻസ് ഇങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഗ്രാമർ പഠിക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിനൊരു നല്ല വശവുമുണ്ട്, ഒരു ചീത്ത വശവുമുണ്ട്. നല്ല വശം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഗ്രാമർ പഠിച്ച സെൻറ്റൻസ് നമുക്ക് തെറ്റില്ലാതെ ഒറ്റ തെറ്റുമില്ലാതെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒറ്റ തെറ്റ് നമ്മുടെ സെൻറ്റൻസിൽ ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ഗ്രാമർ നമുക്ക് വേറൊരാൾക്ക് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു കൊടുക്കാം. ആരെങ്കിലും പറയുന്ന ഇംഗ്ലീഷ് കേട്ടിട്ട് അത് അങ്ങനല്ല ഇങ്ങനെയാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതിനൊരു മറുപുറന്ന് നമ്മൾ പറയില്ലേ, ഗ്രാമർ ഒത്തിരി പഠിച്ച് ടെൻസൊക്കെ ഇങ്ങനെ പഠിച്ച് വെക്കുമ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഗ്രാമറിലോട്ട് ഫോക്കസ് ചെയ്തു പോകും. അതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രശ്നം, അല്ലേ? നിങ്ങളൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കും, ടെൻസ് ഏതാണെന്ന് ചിന്തിക്കും. അവിടെ വാസ് കൊടുക്കണോ അല്ലെങ്കിൽ അവിടെ കുഡ്ഹാവ് കൊടുക്കണോ എന്നൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. അതിൻ്റെ ആവശ്യമില്ല. ഗ്രാമറൊക്കെ പഠിക്കണം. പക്ഷേ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഈ ഗ്രാമറിനെ കുറിച്ചൊന്നും വലിയ ടെൻഷനൊന്നും വേണ്ട. നമുക്ക് കുറേയൊക്കെ ഗ്രാമർ അറിയാലോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ സെൻറ്റൻസ് അങ്ങോട്ട് നമ്മൾ പറയുക. തെറ്റുകൾ വരും, ഉറപ്പായിട്ടും തെറ്റ് വരും. പക്ഷേ ആ തെറ്റിൽ നിന്നും നമ്മൾ പിടിച്ചു കയറണം. ഞാനൊന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു കല്യാണമൊക്കെ കഴിഞ്ഞവരാണ്. നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നമ്മുടെ മക്കള് ആദ്യമായിട്ട് നമ്മളോട് സംസാരിച്ച് തുടങ്ങിയത് മലയാളം നമ്മുടെ സ്വന്തം മദർ ടങ് ആയിട്ടുള്ള മലയാളം സംസാരിച്ചത് മൊത്തം സെൻറ്റൻസുകളോടും കൂടിയാണോ? അല്ലല്ലോ. അവർ തെറ്റുകളല്ലേ പറഞ്ഞത്. നമ്മൾ അമ്മമാരും അല്ലെങ്കിൽ നമ്മൾ പാരൻസ് തിരുത്തി കൊടുത്തു, മക്കളെ ഇത് ഇങ്ങനെയല്ല ഇങ്ങനെയാണ് പറയേണ്ടത്, അല്ലേ? ഇപ്പൊ ചിലപ്പോൾ ഗ്രാൻഡ് പേരൻസിനോടൊക്കെ അവർ ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പം നമ്മൾ എന്ത് പറയും? അങ്ങനല്ല മക്കളെ, ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കും. തെറ്റിൽ നിന്നാണ് അവർ പഠിച്ചത്, അല്ലേ? അതുപോലെയല്ലേ ഇതും. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്. നമ്മൾ തെറ്റിൽ നിന്നല്ലേ പഠിക്കേണ്ടത്. അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല. ഗ്രാമറൊക്കെ സെൻറ്റൻസ് ഒക്കെ സ്ട്രക്ചറൊക്കെ അടിപൊളിയാക്കി ഗ്രാമറൊക്കെ ഞാൻ കൃത്യമായി വെച്ച് ഞാൻ ശരി മാത്രമേ പറയുള്ളൂ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിർത്തിക്കോ, നിങ്ങൾ പഠിക്കില്ല. മടി കൂടാതെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുക തന്നെ വേണം. പതിയെ നിങ്ങളുടെ ഗ്രാമർ ശരിയായിക്കോളൂ. ഇനി ഗ്രാമറിനെ കുറിച്ച് പേടിയില്ലല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു പ്രശ്നം. നമ്മളൊക്കെ ഇങ്ങനെ എന്നാൽ പിന്നെ നമ്മൾ ഓർത്തു, എന്നാൽ പിന്നെ ഗ്രാമർ ഇനി പതിയെ ശരിയായിക്കോളൂല്ലോ, എന്നാൽ പിന്നെ മേഡം പറഞ്ഞതല്ലേ പതിയെ ആരോടെങ്കിലും ഒന്ന് സംസാരിച്ച് തുടങ്ങിയേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഒരാളോട് സംസാരിക്കാൻ ചെല്ലുകയാണ്. പതിയെ എൻ്റെ ഗ്രാമറൊക്കെ ശരിയാകുമല്ലോ. അപ്പം നമ്മൾ സംസാരിക്കാൻ ചെന്ന ഒരാൾ ഒരു പക്ഷേ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർ നമ്മളെ കളിയാക്കില്ല. അവര് അത് കേൾക്കും, അത് മനസ്സിലാക്കും. പക്ഷേ എൻ്റെ ഒരു അനുഭവമാണ്, കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പറയും, നീ പറഞ്ഞ തെറ്റിപ്പോയി, അവിടെ ഇതായിരുന്നു കൊടുക്കണ്ടേ, അവിടെ ഡിഡല്ലായിരുന്നു, അവിടെ എന്തായിരുന്നു വാസായിരുന്നു കൊടുക്കണ്ടേന്ന് പറയും. അതെൻ്റെ ഒരു അനുഭവമാണ്. അപ്പം നമ്മളെ കളിയാക്കില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ അവർ നമ്മളെ നന്നായി സഹായിക്കും എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയോട് തന്നെ നിങ്ങൾ സംസാരിച്ച് പഠിച്ചു തുടങ്ങണം.
അപ്പൊ ഇനി നിങ്ങൾ പറയും ഞങ്ങൾക്ക് അങ്ങനെ സംസാരിച്ച് പഠിക്കാൻ ഒരാളുമില്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയട്ടെ, നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം, എല്ലാവർക്കും അറിയാം, എല്ലാ കുട്ടികളും ഇംഗ്ലീഷ് സംസാരിക്കുക. അപ്പൊ നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുക, തെറ്റി സംസാരിക്കുക. അപ്പോൾ കുട്ടികൾ കളിയാക്കാൻ നമ്മളിത് വലിയ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കുട്ടികളോട് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുക. അപ്പൊ കുറേ സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മൈൻഡ് എങ്ങനെയാണ് സെറ്റായി വരുന്നതെന്ന്. ഇനി നെക്സ്റ്റ് ഒരു കാര്യം, നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ, ഈവൻ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പിലോ എവിടെ ചെന്നാലും അവിടെ മലയാളം പറയുന്നവർ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിനേക്കാളും കൂടുതൽ ഹിന്ദിയാണ് ഇപ്പോൾ കൂടുതലുള്ളത്. അപ്പോൾ ഹിന്ദി അറിയുന്നവർ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ അവിടെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ പെട്ടെന്ന് ഒരു ഹിന്ദി ഒരാൾ വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? അവർ ചോദിക്കുകയാണ് ടോയ്ലറ്റ് എവിടെയാണെന്നാണ് അവർ ചോദിച്ചത്. വേർ ഇസ് ദ ടോയ്ലറ്റ് ഹിയർ? ഇവിടെ ടോയ്ലറ്റ് എവിടെയാണെന്ന് ചോദിച്ചു. അത് കേൾക്കുമ്പോഴേ നമ്മുടെ വിഷമം എന്താ, അയ്യോ ഇനി ഞാൻ എന്താ മറുപടി പറയുന്നത്, ഇവർ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയാണല്ലോ, അയ്യോ നാണം കെട്ടല്ലോ, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ലല്ലോ. ഇങ്ങനെ നമ്മളങ്ങ് ചിന്തിക്കാൻ തുടങ്ങും. നമുക്ക് അറിയാവുന്നത് പോലും നമ്മൾ മറന്നു പോകും. അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മൾ ഇംഗ്ലീഷിൽ നമ്മുടെ സ്വന്തം മലയാളം ലാംഗ്വേജ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു വ്യക്തി അങ്ങനെ ചോദിക്കണമെങ്കിൽ കാര്യം എന്താണ്, ആ വ്യക്തിക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ ഒരു ഭാഷയെ അറിയത്തുള്ളൂ. ആ വ്യക്തിക്ക് മലയാളം അറിയില്ല. പിന്നെ എന്ത് ചെയ്യും? അവർക്ക് ടോയ്ലറ്റിൽ പോവുകയും വേണം. അതുകൊണ്ട് അവർ ചോദിക്കണം. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ടെൻസ് ഇങ്ങനെ ഓർത്തൊന്നും പറയണ്ട, വളരെ സിമ്പിളായിട്ട് പറയും, ദയർ, അവിടെ എന്ന് പറഞ്ഞാൽ പോരെ. വളരെ സിമ്പിളായിട്ട് അങ്ങ് ഉത്തരം പറഞ്ഞാൽ പോരെ. അത് നമുക്കറിയാലോ പറയാൻ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ആ വ്യക്തിയെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന വ്യക്തിയെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ടെൻഷൻ ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾ അവർ എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി നിങ്ങൾക്ക് കേൾക്കിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മുഖത്തൊരു ടെൻഷനും കാണിക്കണ്ട. നമ്മുടെ ഉള്ളിലെ ടെൻഷൻ അവിടെ കിടന്നോട്ടെ, ഒരു ടെൻഷനും കാണിക്കണ്ട. നിങ്ങൾക്കിനി ഒന്നും പറയാൻ കിട്ടുന്നില്ലേ, ഒന്നും കൂടി അവരുടെ പാടൻ എന്ന് പറയും, അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ, എന്തെങ്കിലും ഒരു കുഞ്ഞു വാക്ക് പറയാം. അപ്പോൾ അവർ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും. നമ്മൾ ചോദിക്കട്ടെ, മലയാളം അറിയില്ലാത്തൊരു വ്യക്തിയോട് നമ്മൾ പോയി മലയാളം പറയുമ്പോൾ അവരത് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും? അത് വീണ്ടും ഓരോ വാക്കുകളെ ഫോക്കസ് ചെയ്ത് നിർത്തി നമ്മൾ അവരോട് സംസാരിക്കും. അതുപോലെ ആ വ്യക്തി നമ്മളോടും പറയും. അല്ലാതെ ഒരിക്കലും ആ വ്യക്തി നമ്മളെ കളിയാക്കില്ല. അപ്പൊ നമുക്കത് കേൾക്കുക, മനസ്സിലാക്കുക. ഈ ഗ്രാമറിനെ കുറിച്ചൊന്നും ടെൻഷൻ ആവാതെ അതിൻ്റെ ഒരു മറുപടി, കുഞ്ഞു മറുപടി അവർക്ക് കൊടുക്കുക. ഇനിയും ഞാൻ പറയട്ടെ, ഇനി അവർ വലിയൊരു കാര്യമാണ് ചോദിച്ചതെന്ന് വിചാരിക്കാം, നമ്മൾ പറഞ്ഞു കൊടുത്തത് തെറ്റിപ്പോയി. അപ്പോ എന്താ സംഭവിക്കുന്നത്? പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല അല്ലെ. അവരൊരു പക്ഷേ നമ്മളോട് ചിലപ്പോൾ ഒന്ന് വഴി തെറ്റിപ്പോകാം, അങ്ങനത്തെ ഒരു പ്രശ്നമേ വരുന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ പറഞ്ഞത് തെറ്റി ചോദിക്കാൻ ഇപ്പുറത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അവർക്ക് ചോദിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ അത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. കാരണം നമ്മൾ നാളെ ഇനിയിപ്പോ ഈ വ്യക്തിയോട് പറഞ്ഞിട്ട് അവർ കളിയാക്കി അവരിങ്ങനെ മനസ്സിൽ ഓർത്തിരിക്കും, അതും വേണ്ട. ആ വ്യക്തി നമ്മളെ കണ്ടുപോയി, നാളെ നമ്മളെ ഒരിക്കലും അവർ കാണില്ല. അപ്പോൾ ഒരാൾ നമ്മളോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വന്നാൽ അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ശ്രദ്ധിച്ച് കേട്ടിട്ട് അതിൻ്റെ മറുപടി ഏറ്റവും സിമ്പിളായി തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു പേടിയും അറിയില്ലോ. ഇനി നമ്മൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു തെറ്റാണ്, നമ്മൾ വലിയ സെന്റൻസിലോട്ട് പോകും. വേണ്ട, കുഞ്ഞു സെന്റൻസുകൾ നിർത്തി. നമ്മളിപ്പോൾ സ്കൂളിലാണെങ്കിൽ 5 സെന്റൻസ് ഫാമിലിയെ കുറിച്ച് പറയും, 5 സെന്റൻസ് സ്കൂള്, അങ്ങനെ കുട്ടികൾക്കൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമല്ലേ. 5 സെന്റൻസ് യുവർ വില്ലേജ്, നിങ്ങളുടെ വില്ലേജിനെ കുറിച്ച് സംസാരിക്കും. അങ്ങനെ നമ്മൾ അത് കുട്ടികൾ പറയണം. അപ്പം നമ്മളും അതേപോലെ തന്നെ ചെറിയ സെന്റൻസുകൾ പറഞ്ഞു തുടങ്ങും. ചെറിയ സെന്റൻസുകൾ പറഞ്ഞു തുടങ്ങി കുറേ ഒരു 30 ദിവസം നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത്, 30 വേണ്ട കേട്ടോ, ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ സെന്റൻസ് കറക്റ്റായി വരുന്നുണ്ട്, കുറച്ചും കൂടി ഒന്ന് വലുതാക്കാം. അപ്പോൾ നിങ്ങളുടെ സെന്റൻസ് എന്താണ്? നിങ്ങളൊരു കുറച്ച് കണക്റ്റിംഗ് വേർഡ്സ് ഒക്കെ ഇട്ടിട്ട് സെന്റൻസുകളെ വലുതാക്കി തുടങ്ങുക. അപ്പോൾ നിങ്ങളുടെ സെന്റൻസ് എന്താണ്? ഗ്രാജുവലി സെന്റൻസിന്റെ വലിപ്പം കൂടും, സെന്റൻസ് കറക്റ്റായിട്ട് വരികയും ചെയ്യും. ഇനി നമ്മളൊക്കെ വരുത്തുന്ന ഒരു തെറ്റാണ്, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മലയാളം പോലെ
എന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഏറ്റവും നല്ലത് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കാൻ തന്നെ എൻ്റെ ഒരു അഭിപ്രായം വളരെ സ്ലോ ആയിട്ട് സംസാരിക്കുക. എന്നുകരുതി എല്ലായിടത്തും ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇട്ടല്ല, ഒരു സ്ലോവിൽ അങ്ങനെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു വാക്ക് പറയുന്നതിൻ്റെ ഇടയിൽ നമുക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരവസരം കൂടി നമ്മുടെ ബ്രെയിനിൽ നമ്മൾ അന്നേരം യൂസ് ചെയ്യുകയാണ്. അപ്പോൾ പതിയെ സംസാരിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായില്ലേ? ഒന്ന്, ഗ്രാമറിനെ കുറിച്ചിട്ടുള്ള ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. 2, ഗ്രാമർ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ കുട്ടികളോടോ ഒക്കെ ആയിട്ട് സംസാരിച്ച് പഠിച്ചു തുടങ്ങുക. 3, ഇനി ആരെങ്കിലും സംസാരിക്കാൻ നമ്മുടെ അടുത്ത് വന്ന ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അവരോട് ഇംഗ്ലീഷിൽ മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഇറക്കി വിടുവോ? അതല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും റെസ്റ്റോറൻറ്റിലാണെങ്കിൽ അവർ നമുക്ക് ഭക്ഷണം തരാതിരിക്കുമോ? എന്തെങ്കിലും ചെയ്യോ? ഒന്നും ചെയ്യില്ല. അതല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ മറുപടി പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് നാളെ നമുക്ക് നിങ്ങൾ കേരളത്തിൻ്റെ പുറത്ത് നിൽക്കുക, അങ്ങനെ എന്തെങ്കിലും പറയൂ? ഒന്നുമില്ല. ഇംഗ്ലീഷ് അറിയാൻ പറ്റിയാൽ പേഴ്സണലി നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ പ്രൊഫഷണലി നോക്കുകയാണെങ്കിൽ ഇൻ്റർവ്യൂവിനൊക്കെ നമുക്കൊരു പ്രശ്നം വരും. അല്ലാതെ യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ പറയണം, എൻ്റെ മദർ ടങ്ക് മലയാളമാണ്, അതെനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, അല്ലേ? അതെനിക്ക് നന്നായി സംസാരിക്കാൻ അറിയാം. ഇംഗ്ലീഷ് എനിക്ക് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആണ്, എനിക്കൊരു ഫോറിൻ ലാംഗ്വേജ് ആണ്. അത് എനിക്ക് ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ പരിചയപ്പെടുന്ന ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കേൾക്കുന്ന എൻ്റെ സ്വന്തം ലാംഗ്വേജ് എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അത് നിങ്ങൾ എങ്ങനെ ചോദിച്ചാലും ഞാൻ അതിന് മറുപടി തരും. പക്ഷെ ഇത് എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെതായ കുറവുകളുണ്ട്. അത് കുറവുകൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ കേൾക്കുക. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? സെന്റൻസുകൾ ചെറുതാക്കി സംസാരിച്ചിട്ട് ഗ്രാജുവലി നമ്മൾ വലിയ സെന്റൻസിലോട്ട് എത്തിക്കുക. അപ്പോൾ മനസ്സിലായില്ലേ? ഇംഗ്ലീഷ് എനിക്കറിയാം, എനിക്കിനി പറയാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ ഇത് പേടിക്കണ്ട. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയാതെ നിങ്ങൾ ഇരിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾ സമാധാനമായി അത് കേട്ടിട്ട് അതിന് മറുപടി പറയാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് അതിന് മറുപടി പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മറുപടി പറയണ്ട. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനായി വീട്ടിൽ വന്ന് വീണ്ടും ഈ ഇംഗ്ലീഷ് ആദ്യമേ തൊട്ട് ഗ്രാമർ പഠിക്കേണ്ട കാര്യമില്ല. മറുപടി പറയാൻ പറ്റുന്നില്ലേ? നിങ്ങൾ പറ്റണ്ട. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അത് സമാധാനമായിട്ട് അത് ഉൾക്കൊള്ളുക. പിന്നെ നമ്മൾ സമാധാനമായി തന്നെ ഇങ്ങനെ പറഞ്ഞ് പഠിക്കുമ്പോൾ അത് പിന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എപ്പോഴും നമുക്ക് വേണ്ടത് എന്താണ്? ആത്മവിശ്വാസമാണ്. എനിക്ക് ഇംഗ്ലീഷ് അറിയാം എന്നുള്ളൊരു ആത്മവിശ്വാസം. 2, നാണക്കേടില്ലാതെ മറ്റൊരു വ്യക്തിയോട് നമുക്ക് സംസാരിക്കാൻ പറ്റും എന്നൊരു വിശ്വാസം കൂടി വേണം. പിന്നെ തെറ്റിൽ നിന്നും പഠിച്ചു തുടങ്ങുക. തെറ്റ് വന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല, അതിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുക. അപ്പൊ ഇന്ന് ഞാൻ ക്ലാസ്സൊന്നും നിങ്ങൾക്ക് എടുത്തില്ല. എന്നെ ഒത്തിരി പേരിങ്ങനെ പറയും, എനിക്ക് ഇംഗ്ലീഷ് അറിയാം, വായിക്കാൻ അറിയാം, എഴുതാൻ, പക്ഷെ എനിക്ക് സംസാരിക്കാൻ അറിയില്ല, ഗ്രാമർ എല്ലാം അറിയാം, എന്നാ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ഒരു ട്രിക്ക് എന്ന പോലെ പറയാനേ പറ്റത്തുള്ളൂ. ഇതൊക്കെ കുറേ നിങ്ങൾ ശ്രമിക്കുക. എല്ലാത്തിനും ഉപരിയായി എന്ത് തന്നെയാണ്? സംസാരിച്ചു തന്നെ പഠിക്കുക. സംസാരിക്കണം. നിങ്ങൾ തെറ്റിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങണം. പിന്നെ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പ്രയോജനപ്പെട്ടു, എങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ അവസ്ഥ എന്നൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനുള്ള പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ പഠിക്കാൻ. ഇനി ബേസിക് ക്ലാസ് ആണെങ്കിലും നമുക്ക് പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ തന്നെ ബേസിക് ക്ലാസ്സുകളുമുണ്ട്. എൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. പിന്നെ CBSE സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള 10ാം ക്ലാസ്സിലെ, ഇപ്പോൾ പുതിയ 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള മാർച്ച് 1-ാം തീയതി മുതൽ നമ്മൾ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. താല്പര്യമുള്ളവർക്കും ഞാൻ നമ്പർ തന്നിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.